അപ്പോൾ കാലത്ത് തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ പൂക്കളിടാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ബ്രൂണോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നിന്ന് പൂവൊക്കെ മേടിച്ചുകൊണ്ട് പോവാ കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നു. നൂലപ്പവും കടലക്കറിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ബ്രൂണോയും ഞാനും കൂടി ചായയൊക്കെ കുടിച്ചു. പിന്നെ നമുക്കിന്നൊരു സ്ഥലം വരെ പോകാണ്ട് കേട്ടോ. അപ്പോൾ കാലത്ത് തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നൊരു കല്യാണം ഉണ്ട്, നമ്മുടെ വിഷ്ണുവേട്ടൻ്റെ ചേച്ചിയുടെ കല്യാണം കേട്ടോ. ഞാൻ കോളേജിൽ പഠിച്ചിട്ടേക്ക് വിരലുണ്ടാവുന്ന ആൾക്കാരായിട്ടോ കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ളൂ കേട്ടോ. അതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളാട്ടോ നമ്മുടെ വിഷ്ണുവേട്ടൻ. പിന്നെ അങ്ങനെ തൃശ്ശൂർ എത്തി കൊടുങ്ങല്ലൂർക്ക് ബസ് മാറി കയറി, അങ്ങനെ അഴീക്കോടുക്കും ബസ് മാറി കയറി കേട്ടോ. പക്ഷേ ഞാൻ കയറിയ ബസ് ഹോളിലേക്ക് പോകുന്നതല്ലായിരുന്നു. അതുകൊണ്ട് നമ്മളെ വിഷ്ണുവേട്ടൻ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാട്ടോ വിഷ്ണുവേട്ടൻ. പിന്നെ ഞാൻ എത്തിയ സമയത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്കനും പെണ്ണൊക്കെ ഇറങ്ങാൻ നിൽക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ കണ്ടവരോട് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കിയിട്ടാ. അത്യാവശ്യം നല്ലോണം ആൾക്കാരുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്കും സീറ്റ് കിട്ടി. അങ്ങനെ ഞാൻ വിഷ്ണുവേട്ടനും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. അങ്ങനെ സദ്യ ആയിരുന്നു, നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിച്ചു. പിന്നെ 2 തരം പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പാലട പായസം, ഗോതമ്പ് പായസമൊക്കെ ഉണ്ടായിരുന്നു. വിഷ്ണുവേട്ടൻ പപ്പടമൊക്കെ കൂട്ടി കഴിക്കണ തിരക്കില്ല. പിന്നെ അങ്ങനെ എല്ലാവരോടും സംസാരിച്ച് അങ്ങനെ പതുക്കെ വീട്ടിലേക്ക് പോരാൻ ഇറങ്ങിയിട്ടാ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ വിശേഷം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.